ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം ഏതാ ഉണ്ടാക്കാൻ പോകുന്നത്? ആദ്യം നമ്മുടെ നോർത്ത് ഇന്ത്യൻ ചിക്കൻ പട്ടിയാല ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് എങ്ങോട്ടാണ്? കുറെ സ്ഥലമുണ്ട്, എങ്ങോട്ടാ പോണേ? കിച്ചന്റെ ഇത്. ഓക്കെ, നോർത്ത് ഇന്ത്യൻ ഷെഫാണ് യഫീർ വിഷ്ണു. ഞാൻ എന്തായാലും ഇങ്ങോട്ട് ഞാൻ ഒന്ന് കടന്നോട്ടെ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കടന്നതാണ്. ഇപ്പോൾ സ്റ്റാർട്ട് കറേഗാ. അപ്പം എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അല്ല ഭായി, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ ചിക്കൻ പട്ടിയാല സ്റ്റാർട്ട് കറേഗാ. ഓക്കെ, പാനിൽ ഇത് ക്യാ ഓയിൽ? സൺഫ്ലവർ മസ്റ്റർഡ് ഓയിൽ, കടുകെണ്ണ, വെളുത്തുള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, ഇത് ചില്ലി നന്നായിട്ട് ചോപ്പ് ചെയ്തതാണ്. കുനുകുനെ നമ്മുടെ ആളുകളെ പോലെ കൂടുതൽ ജിഞ്ചർ ആഡ് ചെയ്തു. പൗഡർ ഇതല്ല, അല്ല, അവര് മെയിൻലി ഒറിജിനൽ സാധനങ്ങൾ തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പൊ നല്ല ഗ്രീൻ ചില്ലി, ജിഞ്ചർ ഓർ ഗാർലിക്, കാഷ്നട്ട് കുറച്ച് ഇടുന്നുണ്ട്. കുറച്ച് കാഷ്നട്ട് ഇട്ടു. നന്നായിട്ട് അത് സോട്ട് ചെയ്യുന്ന ഓക്കെ. നമ്മൾ ഇതും നന്നായിട്ട് ഫൈനലി ചോപ്ഡാണ്. നല്ല രീതിയിൽ തന്നെ, അതായത് നമുക്ക് അരച്ചു വെച്ചെന്ന പോലെ തോന്നും, പക്ഷെ അതല്ല, നല്ല രീതിയിൽ തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഏകദേശം ഒരു ബ്രൗണിഷ് കളർ. അല്ല ബൈ, ബ്രൗൺ ആണ്. കുഴപ്പമില്ല. അപ്പോൾ ടൊമാറ്റോ അതും ഫൈൻ ചോപ്പറാണ്. നന്നായിട്ട് ഫൈൻ. ഇതെല്ലാം നമ്മൾ ഫൈൻ ചോപ്പറാണ്. കാരണം ഇല്ല, നന്നായിട്ട് അങ്ങ് ഇഴുകി ചേർന്നു. ഓക്കെ, അപ്പോൾ ചിക്കൻ പീസ് നമ്മൾ ഇടാൻ പോകണം അതിനകത്തോട്ട്. നമ്മളിവിടെ മെയിൻലി ഉപയോഗിക്കുന്ന ചിക്കൻ ടിക്കയുടെ ബോൺലെസ് ചിക്കൻ ടിക്കയുടെ പീസ് ഉണ്ട്. ഓക്കെ, പല രീതിയിലുണ്ട്. മക്കനി സോസ്, അതായത് ടൊമാറ്റോ ബേസ്ഡ് നോർത്ത് ഇന്ത്യൻ സോസാണ്. ഒണിയൻ, അതുപോലെ എല്ലാവിധ വെജിറ്റബിൾസ് ഇട്ട് ടൊമാറ്റോ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ബട്ടർ ആയിരിക്കും. അതായത് നല്ലൊരു നല്ല ഇത് ചെയ്തിട്ട് കുക്ക് ചെയ്തിട്ട് നമ്മൾ അത് പേസ്റ്റ് ചെയ്തെടുക്കും അല്ലേ. അപ്പം മക്കനി ഗ്രേവി ഒരു 3 ആവശ്യത്തിന് നമ്മുടെ പോർഷൻ അനുസരിച്ച് അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യും. ഒന്ന് സോട്ട് ചെയ്തു. ഇത് യെല്ലോ ഗ്രേവി, ഓനിയൻ और കാഷ്നട്ട്. ഓക്കെ, ടർമറിക് പൗഡർ എല്ലാം കൂടി യെല്ലോ ഗ്രേവി കുറച്ച്. നമ്മൾ 3 ആണെങ്കിൽ 1:1. ഓക്കെ, ആ ലെവലിലാണല്ലേ. അപ്പോൾ 3:1 എന്ന ലെവലിൽ ഇതും യെല്ലോ ഗ്രേവി നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, ക്രീം കുക്കിംഗ് ക്രീമാണ് നമ്മൾ ആഡ് ചെയ്യും. കിട്ടാണ് അവൈലബിലിറ്റി നല്ല രീതിയിലുള്ളതാണ്. നല്ല അവൈലബിൾ ആയിട്ടുള്ള ഒരു അമൂലിൻ്റെ അല്ലെങ്കിൽ എങ്ങനെ ഏതെങ്കിലും നല്ല ക്രീം ഇഷ്ടംപോലെ ഇതല്ലേ. കൊറിയാണ്ടർ പൗഡർ ഇട്ടു. ഇതെല്ലാം റെഡി ആയതിനു ശേഷമാണ് കൊറിയാണ്ടർ പൗഡർ. അത് നമ്മുടെ ഹോട്ട് ജംഗിൾ സ്പെഷ്യൽ മസാലയാണ്. പറയില്ലല്ലേ? അത് പറയില്ല. ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡറാണ്. എരിവ് അധികം ഉണ്ടാവും. കാരണം അവർ ലൈക്ക് ചെയ്തുള്ളത്. അപ്പോൾ അവർ വന്നു കഴിച്ച് കഴിഞ്ഞാലും ഇച്ചിരി ഷുഗർ ഇടുന്നുണ്ട്. അവരെ മധുരിപ്പ് അവരെ എല്ലാ ഒരു ഇതിനും കണ്ടിട്ടില്ല. അത് കേരളവൽക്കരിച്ചിട്ടില്ല, അതേ രീതി തന്നെ. അതാണ് നല്ലത്. ഉപ്പ്, കാരണം ആ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അല്ലെങ്കിൽ എന്താണെന്ന് അറിയണ്ടേ നമ്മൾ എപ്പോഴും. മല്ലിപ്പൊടി, ഇത് കൊറിയാണത് തന്നെ, മല്ലിയില അതിട്ടു. മുളക് പൊടി ഇത്തിരി ഇട്ടു. കൊറിയാണ്ടർ പൊടി ഇത്തിരി ഇട്ടു. അപ്പോൾ ബൈ ഇപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. और क्या करते हैं? और एग डाले. हाँ, डालो एक. ഓ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിടുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് അതും ഇളക്കി. കാഷ്യൂ പേസ്റ്റ് ഇടുന്നുണ്ട്. ഇത് ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണുള്ളത്. അപ്പോൾ കാഷ്യൂ പേസ്റ്റ് ഇട്ടു. നന്നായിട്ടൊന്ന് ഇളക്കണം. നന്നായിട്ടൊന്ന് മിക്സാക്കി. വളരെ നന്നായിട്ടത്. കസൂരി മേത്തി പൊടി ചെയ്തിട്ടുണ്ട്. ബട്ടർ
അത് നന്നായിട്ട് നടക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. കഴിഞ്ഞു. ഇനി നമ്മൾ ഓംലെറ്റ് മുട്ടയിലേക്കുള്ള പരിപാടിയാണ്. ഓംലെറ്റ് എടുത്തു മുട്ടയിൽ കൂടോത്രം ചെയ്യാൻ പോണ്. ഇല്ല ചുമ്മാറാണ്. അതിനകത്തോട്ട് നമ്മളിത് വെക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടപ്പോൾ? ഇത് നമ്മൾ ഇതായിട്ടാണ് വരുന്നത്. ഒരു ഫുള്ള് ഇതാണ്. ഇത് കട്ട് ചെയ്താണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ. ഇത് സ്നാക്കായിട്ട് കഴിക്കാനല്ലേ? സ്നാക്കായിട്ട് കഴിക്കാനായിട്ടുള്ള ഗാർണിഷ് ചെയ്തേക്കണ പ്ലേറ്റിലേക്ക് നമ്മൾ. അപ്പോൾ നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ഓംലേറ്റിൻ്റെ ഉള്ളിൽ. ഓംലേറ്റ് നമ്മൾ ഓംലേറ്റിനെ പറയും. അത് ഇത് ചെയ്തിട്ട് ഈ ബാക്കിയുള്ള ഇത് നമ്മൾ ഒന്നുകൂടെ ചെറുതായിട്ട് ഒന്നുകൂടെ ലൈറ്റായിട്ട് ഒന്ന് ഇത് ചെയ്യും, മിക്സ് ചെയ്യും. എന്ത്? ടമാട്ടർ ചട്നി മക്കിനി. അതാണ് പിടിക്കണം ബൈ. എന്തിനാണ്? അപ്പം നമ്മുടെ ചിക്കൻ പട്ടിയാല റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു റിച്ച് മീലാണ്. മീലിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഫുഡാണ്, അല്ല ഒരു ഡിഷാണിത്. അപ്പോൾ നമ്മുടെ ചിക്കൻ പട്ടിയാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. താങ്ക് യു ബൈ. ഇപ്പം ബൈ തന്നെയാണ് നമുക്ക് അടുത്തുണ്ടാക്കുന്നത്. വേണ്ട, താങ്ക് യു.